തേങ്ങ നല്ല പരുവത്തിന് മൂപ്പിച്ചാണ് നമ്മൾ ഉള്ളിത്തീയൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു ഉള്ളിത്തീയലിൻ്റെ റെസിപ്പി കാണാം. ഞാൻ മഹിമ സൈമൺ, വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. അപ്പോൾ ഉള്ളിത്തീയൽ ഉണ്ടാക്കാനായിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ തേങ്ങ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് 2 കപ്പ് തേങ്ങയാണ് ഉപയോഗിക്കുന്നത്. 2 കപ്പ് തേങ്ങ ഇടാം. തേങ്ങ എപ്പോഴും മിക്സിയിലിട്ടൊന്ന് അടിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്. എല്ലാം ഒരേപോലെ മൂത്ത് കിട്ടും. തേങ്ങയുടെ വെള്ളമയമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. അടിക്ക് പിടിക്കാണ്ടിരിക്കാനായിട്ടാണ്. 1-2 ടീസ്പൂൺ എണ്ണ. ചെറിയ തീ കിടന്ന് നന്നായിട്ട് ലൈറ്റ് ബ്രൗൺ കളറാകുന്ന വരെ മൂപ്പിക്കുക. ഒരു ലൈറ്റ് ബ്രൗൺ നിറമായി ഈ ഒരു സ്റ്റേജിൽ നമുക്കിതിനകത്തേക്ക് ചുവന്ന മുളക് ഒക്കെ ചേർക്കാം. ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന എരിവുള്ള മുളക് ഒരു 3 ചേർക്കുന്നുണ്ട്. ഒരു 6 പിരിയൻ മുളകും ചേർത്തു. കൂടാതെ 1 ടേബിൾ സ്പൂൺ മല്ലി. നന്നായിട്ട് മൂപ്പിക്കുക. ഡാർക്ക് ബ്രൗൺ കളറാകുന്ന വരെ മൂപ്പിക്കുക. നമ്മൾ മുളകും മല്ലി ഇട്ട ശേഷം ഇതിലേക്ക് ഒരു നുള്ള ഉലുവയും കൂടെ ചേർക്കാം. വളരെ കുറച്ച്, ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി പോലും ഇല്ല. ഒരു 8-10 ഉലുവ. നല്ലൊരു മണം കിട്ടാനായിട്ടാണ് അതുകൂടെ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഇച്ചിരിയുടെ ബ്രൗൺ ആയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ കറിവേപ്പില ചേർക്കാം. കുറച്ച് കറിവേപ്പില. തേങ്ങ ഒന്നും കൂടെ ബ്രൗൺ ആകുന്ന വരെ വറുത്തെടുക്കുക. അപ്പോൾ ഇത് കൈവിടാതെ ഇടയ്ക്കിടയ്ക്ക് കണ്ടിന്യൂസ്ലി ഇളക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടിയിലുള്ള ഭാഗം ബ്രൗൺ ആയി പോകും, കരിഞ്ഞു പോകും. അപ്പോൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഞാൻ ഇതിനകത്ത് കിടക്കുന്ന മുളകുകളൊന്ന് കട്ട് ചെയ്തിടുകയാണ് ഇളക്കാനുള്ള സൗകര്യത്തിന്. നമുക്ക് വേണ്ട പരുവമായി ഈ ഒരു കളർ വരെ മൂപ്പിച്ചെടുത്തു. അപ്പോൾ നമ്മൾ ഇവിടെ വറ്റൽമുളകും പിരിമുളകും മല്ലിയൊക്കെയാണല്ലോ ചേർത്തത്. അതിന് പകരം പൊടികൾ വേണമെങ്കിലും ചേർക്കാം. പൊടിയാണെങ്കിൽ ഈ സ്റ്റേജിൽ ഓഫ് ചെയ്ത ശേഷം പൊടി ചേർക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറോ അല്ലെങ്കിൽ സാധാരണ എരിവുള്ള മുളകോ ചേർക്കാം. സാധാരണ മുളക് പൊടിയാണെങ്കിൽ 1 ടീസ്പൂൺ ചേർക്കാം. കാശ്മീരി ചില്ലി പൊടിയാണെങ്കിൽ 2 ടീസ്പൂൺ ചേർക്കാം. അപ്പോൾ ഇനിയും ഈ ചട്ടി തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ, ചീനിച്ചട്ടിയിൽ ഇരുന്നാൽ വല്ലാണ്ട് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. തേങ്ങ നല്ല പരുവത്തിന് മൂത്ത് വെച്ചു. ഇതിനി കൂളാവാനായിട്ട് വെക്കാം. അതിനുശേഷം കരച്ചെടുക്കാനായിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉള്ളി വഴറ്റാൻ നേരത്ത് ഞാൻ ആദ്യം എണ്ണ ഒഴിക്കാറില്ല. ഇത് ഉള്ളി ഞാൻ എടുത്തേക്കുന്ന ഒരു 200 ഗ്രാം ഉള്ളിയുണ്ട്. ഓരോന്നും 2-3 ഒക്കെ ആയിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുക ഓരോ ഉള്ളി. തീരെ ചെറിയ ഉള്ളിയാണെങ്കിൽ അങ്ങനെ തന്നെ ഇട്ടാലും മതി. എണ്ണ ഒഴിക്കാതെ കുറച്ച് നേരം ഒന്ന് വഴറ്റി, 2-3 മിനിറ്റ് ഒന്ന് വഴറ്റി. ഇനി നമുക്ക് എണ്ണ ഒഴിക്കാം. രണ്ട് ടീസ്പൂണോളം എണ്ണ ഒഴിച്ചു. 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടി ഇട്ടൊന്ന് വഴറ്റുക. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഞാൻ ഇപ്പോൾ ചേർക്കുന്ന ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നന്നായിട്ട് വഴറ്റുക. ഉള്ളി കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റ് ആവണം, അതുവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി വഴലുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് പുളി പിഴിഞ്ഞെടുക്കാനായിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സൈസിലുള്ള നാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്തേക്കുന്നത്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കുക. ചൂടുവെള്ളം ഒഴിച്ച് നേരത്തെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നന്നായിട്ട് കിട്ടും, നന്നായിട്ട് പുളി ഇറങ്ങും.
പുളി പിഴിഞ്ഞ വെള്ളം ഇതിലേക്ക് ഒഴിക്കാം. ഇനി നമുക്ക് ഈ ഉള്ളി ഒന്ന് വേവിച്ചെടുക്കാനായിട്ടുണ്ട്. ഈ ഒരു പരുവാണ് പുള്ളി അയക്കുന്നത്. സോഫ്റ്റായി അത്യാവശ്യം കുക്കായിട്ടുണ്ട്. പുളി വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് വേവട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് ഈ ഒരു തേങ്ങ വറുത്ത് വെച്ചേക്കുന്ന അരച്ചെടുക്കാം. ഇത് കൂളായിട്ടുണ്ട്. അരയ്ക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഒട്ടും വെള്ളം ഒഴിച്ചില്ല. ആ വറുത്ത മിക്സർ ഉണ്ടോ, നല്ല വെള്ളം പോലായി. ഇതേപോലെ കിട്ടണം. ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ച് കഴിഞ്ഞാൽ തീയിലുണ്ടാക്കിയാൽ നമുക്കൊരു 3-4 ദിവസമൊക്കെ പുറത്തിരിക്കും. നമ്മൾ തേങ്ങ വറുത്ത് വരുമ്പോൾ അതിൽ നിന്ന് വെണ്ണ ഇറങ്ങും, തേങ്ങയിൽ നിന്ന് വെണ്ണ ഇറങ്ങും. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു അയവിൽ കിട്ടിയേക്കുന്നത്. ഇതിനകത്തേക്ക് നന്നായിട്ട് അരച്ച മിക്സർ ഇതിനകത്തേക്ക് ചേർക്കാം. ഈ ജാറ് കഴുകാനായിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർക്കുകയാണ്. ഇതിലേക്ക് ഒരു നുള്ളു കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. ഒരു നുള്ളു മതി. ഇനി ചെറിയ തീയിൽ കിടന്ന് ഇതിൻ്റെ എണ്ണ തെളിഞ്ഞ് വരണം. അത് അതിൻ്റെ ഒരു പരുവം. അതുവരെ ചെറിയ ഫ്ലെയിമിൽ കിടന്ന് കുക്ക് ചെയ്യുക. ഉള്ളി വഴറ്റാൻ നേരത്ത് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു 1/2 ടീസ്പൂൺ. ഇനി ഈ ഗ്രേവിക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ആ പുളിയും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ശർക്കര ചേർക്കാം. ചെറിയൊരു കഷ്ണം ശർക്കര ചേർക്കാം. ശർക്കര പൊടിയായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. 1.5 ടീസ്പൂൺ. ഞാൻ ശർക്കര പൊടിയായിട്ടാണ് ചേർക്കുന്നത്. 1.5 ടീസ്പൂൺ. ഇപ്പോഴും ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പോ പുളിയോ എല്ലാം കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം. ഞാൻ ഇവിടെ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പും കൂടെ കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി എണ്ണ തെളിഞ്ഞ് വരുന്നവരെ കുക്ക് ചെയ്യുക ലോ ഫ്ലെയിമിൽ. അപ്പോൾ നോക്കിയാൽ എണ്ണയൊക്കെ നല്ലതായിട്ട് തെളിഞ്ഞ് നല്ല പെർഫെക്റ്റ്ലി കുക്ക്ഡാണ്. നമുക്കിത് സെർവിങ് ബോളിലേക്ക് മാറ്റാം. അപ്പോൾ ഇതിന് കടുക് വറക്കണം നിർബന്ധമില്ല. വേണമെങ്കിൽ കടുകും കൂടെ വറുത്തിടാം. അതൊന്നുകൂടെ ഒരു ഫ്ലേവറാണ്. ആ തേങ്ങായ്ക്കകത്തുനിന്ന് വന്ന എണ്ണയാണ് കൂടുതലും. അപ്പോൾ തീയലിന് കടുക് വറക്കണം നിർബന്ധമില്ല. കടുക് വറുത്താൽ ഒന്നുകൂടെ ഒരു ഫ്ലേവറാണ്. അതിനുവേണ്ടി ചെറുതായിട്ടൊന്ന് കുറച്ച് എണ്ണയിൽ, വളരെ കുറച്ച് എണ്ണയിൽ കടുക് പൊട്ടിക്കാം. വളരെ കുറച്ച് ഓയിൽ, 1/2 ടീസ്പൂൺ മതിയാവും. അര ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടി കഴിയുമ്പോൾ അതിനകത്തേക്ക് വേപ്പില, കറിവേപ്പില കൂടെ ചേർത്തു. നമുക്ക് ഈ തീയലിൻ്റെ പുറത്തേക്ക് ഒഴിക്കാം. ഉള്ളി തീയലിൻ്റെ പുറത്തേക്ക്. ഈ ഒരു ഉള്ളി തീയലും നല്ല തേങ്ങ അരച്ച ചമ്മന്തിയും ഒരു പപ്പടവും നല്ല മട്ടയരി ചോറും ഉണ്ടെങ്കിൽ ചോറ് കഴിക്കാൻ നല്ല രുചിയാണ്. ഈ ഒരു റെസിപ്പി നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു 3-4 ദിവസമൊക്കെ പുറത്തിരിക്കും കേടുകൂടാണ്ട്. ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഇതേപോലെ നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ് ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.